ഹായ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 9ാം ക്ലാസ്സിന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിന്റെ കുറച്ച് കാൽക്കുലേഷൻ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓണപരീക്ഷയെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാൽക്കുലേഷൻ ചോദ്യങ്ങൾ ടഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ച് ടഫായിട്ടാണ്. കാരണം നമുക്കറിയാം ഓണപരീക്ഷയ്ക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യാം, ചോദ്യ പേപ്പറുകൾ ടഫായിട്ട് വരാം. ഓക്കെ, കാരണം നമുക്ക് സിലബസ് ഒക്കെ മാറിയ സമയത്ത് ഒരുപാടധികം കൺസെപ്റ്റുകൾ, ഒരുപാടധികം ഇക്വേഷൻസ്, ഒരുപാടധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടഫായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, രണ്ടും മിക്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യം നോക്കാം. അതായത് മക്കളെ, ഫസ്റ്റ് സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് എത്രയേ ഉള്ളൂ, നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെയാണ് അല്ലേ. നിങ്ങളൊന്ന് ഓർത്തെടുക്കണം നമ്മൾ എന്തൊക്കെ ഇക്വേഷനാണ് പഠിച്ചതെന്ന്. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ആക്സലറേഷൻ ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം അല്ലെ. അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം കുറച്ചു ബൈ സമയം ചെയ്തു. ഇത് നമ്മൾ പഠിച്ചതാണ് v മൈനസ് യു ബൈ ടി. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വെച്ചിട്ട് 1 മാർക്കിന്റെ ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ 3 ഇക്വേഷൻസ് ആണ് പഠിച്ചത്. ഇക്വേഷൻ ഓഫ് മോഷനകത്ത് v ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം, ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ 5ാമതായിട്ട് കൊടുത്തിട്ടുള്ളത്, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ പല വാല്യൂസും കിലോമീറ്റർ പെർ അവറിലാണ് നൽകിയിരുന്നത്. ഓക്കെ, അതിന് നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ വാല്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് അത് മാറ്റണം. ഓക്കെ, കൺവേർട്ട് ചെയ്യണം. ആ ഒരു യൂണിറ്റിനെ കിലോമീറ്റർ പെർ അവറിൽ നിന്ന് എന്ത് ചെയ്യണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഓക്കെ, അതിന് നമ്മൾ എന്താ ചെയ്യുക, വി ഹാവ് ടു മൾട്ടിപ്ലൈ യൂസിങ് 5/18 അല്ലെ. എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഉദാഹരണത്തിന് നിങ്ങളുടെ ചോദ്യത്തിൽ കിലോമീറ്റർ പെർ അവർ 72 കിലോമീറ്റർ പെർ അവർ ആണ് തന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 72 കിലോമീറ്റർ പെർ അവർ. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 5/18 കൊണ്ട് ഈ ഒരു സംഖ്യയെ എന്ത് ചെയ്യണം, ഒന്ന് ഗുണിക്കണം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കിട്ടുക. ഇത്രയും കാര്യം നിങ്ങൾ ക്ലിയർ ആക്കി എടുക്കണം. ഇത്രയും കാര്യം ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കൂ, ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ കാർ ഇൻക്രീസസ് ഫ്രം 6 മീറ്റർ പെർ സെക്കൻഡ് ടു 16 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 10 സെക്കൻഡ്. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഒരു കാർ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു കാറിന്റെ ആദ്യം പോയിരുന്ന വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഈ ഒരു കാറ് നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, ഓടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അവസാനം ഇതിന്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഉണ്ടായിരുന്നത് 16 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇതിന് നിങ്ങളെടുത്ത സമയം എന്ന് പറയുന്നത് എത്ര സെക്കൻഡാടാ, 10 സെക്കൻഡ്. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. അപ്പോൾ 10 സെക്കൻഡ് സമയം കൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി 6 ആയിരുന്നു, അവസാനം എത്രയായിട്ട് മാറി, 16 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. ഓക്കെ, നമ്മുടെ ഇവിടെ അടുത്ത് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ ഓഫ് ദ കാർ. ഈ ഒരു കാറിന്റെ ആക്സലറേഷൻ അഥവാ ത്വരണമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആക്സലറേഷൻ കാണാനായിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ, ആക്സലറേഷൻ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി അല്ലെ. എന്താണ് ഇക്വേഷൻ, v മൈനസ് യു ബൈ ടി. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതണം, v മൈനസ് യു ബൈ ടി. ഇനി നിങ്ങൾ പറഞ്ഞോ, v എത്രയാണ്, 16, മൈനസ് യു എത്രയാണ്, 6, ബൈ ടി എത്രയാണ്, സമയമാണ് അല്ലെ, 10 സെക്കൻഡ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 10/10, അതായത് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ യൂണിറ്റ് നിങ്ങൾ പഠിക്കണം. ആക്സലറേഷൻ ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് വരിക 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിന്റെ യൂണിറ്റ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ത്വരണം കിട്ടി. ത്വരണം എന്ന് പറയുന്നത് എത്രയാണ്, 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നുള്ളത് ക്ലിയർ ആക്കി മനസ്സിലാക്കി സെറ്റാക്കി പഠിച്ച് മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ആക്സലറേഷന്റെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ കാർ ഡ്യൂറിങ് ദിസ് ടൈം. ഇതിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയാണ്, നിങ്ങൾ എല്ലാവരും എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് അഥവാ എന്ത് കണ്ടെത്തണം, ഇവിടുത്തെ എസ് ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, എസ് കണ്ടെത്താനായിട്ട് നമ്മൾ ഇക്വേഷൻ ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്താടാ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. അത് കണ്ടെത്താനായിട്ട് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്, യു ഉണ്ട്, ടി ഉണ്ട്, എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അതുപോലെ ടി ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ വെച്ചിട്ട് ഇക്വേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇക്വേഷനിൽ എസ് ഈക്വൽ ടു യുവിന് പകരം ഇനി എന്ത് കൊടുക്കണം, 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാം. 6 ഇൻറ്റു, ഇനി ടൈം എത്രയാണ്, 10 സെക്കൻഡ്, 6 ഇൻറ്റു 10 പ്ലസ്
ഹാഫ് ഇൻറ്റു ഓക്കെ അര ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? യെസ്, എ എന്ന് പറയുന്നത് 1 എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ. യെസ്, അപ്പോൾ എക്ക് പകരം 1 ഇൻറ്റു ഇനി ടി സ്ക്വയർ ആണ് വേണ്ടത്. പലരും ഇവിടെ എന്ത് ചെയ്യുന്നറിയോ, ടി മാത്രം എടുക്കും. ടി മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിപ്പോവും. ടി സ്ക്വയർ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടൂടാ? യെസ്, 10 സ്ക്വയർ അല്ലേ. ടി എന്ന് പറഞ്ഞാൽ 10, ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും 6 × 10 60 പ്ലസ് ഹാഫ് ഇൻറ്റു അല്ലെ 1 × 10 സ്ക്വയർ. 10 സ്ക്വയർ എത്രയാടാ? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ് അല്ലെ. 100 × 1 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 × 1/2. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും ഹാഫ് ഇൻറ്റു 100 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ പ്ലസ് ആണല്ലോ, അപ്പോൾ ഇതിനൊരു ടേം ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എന്താ? 100ന്റെ പകുതി എടുത്താൽ മതി അല്ലെ, അല്ലെങ്കിൽ ഈ 2 വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 100ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് കിട്ടും 60 പ്ലസ് 50. അതെങ്ങനെയാണ് നമുക്ക് 50 കിട്ടിയത്? എടാ 100ന്റെ പകുതി എടുത്തു അല്ലെ, അര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടത്. ദാറ്റ് മീൻസ് അവിടെ പകുതി എടുക്കണം 100ന്റെ. അപ്പോൾ നമുക്ക് കിട്ടും 60ഉം 50ഉം കൂട്ടിയാൽ നമുക്ക് 110 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടിയത്? 110 മീറ്റർ എന്ന് കിട്ടി. എല്ലാവർക്കും കിട്ടിയോ? യെസ്. എൻ്റെ കൂടെ നിങ്ങൾ ഒരു പേപ്പറും പാനൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആക്സലറേഷൻ കണ്ടുപിടിച്ച് അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയാണ്? 110 മീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 2 ഇക്വേഷൻസും ഈ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ്. ദിസ് ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ആൻ ആക്സലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ്. ഇതിനൊരു ആക്സലറേഷൻ ഉണ്ടായിരുന്നു, അത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി വെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 120 മീറ്റർ? ഡിസ്പ്ലേസ്മെന്റ് 120 ആണെങ്കിൽ, ഓക്കെ, സ്ഥാനാന്തരം 120 ആണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എത്രയാണ്? അപ്പോൾ നമ്മളൊന്ന് സങ്കല്പിക്കണം. നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് എന്ത് ചെയ്യണം? ഒന്ന് ഇമാജിൻ ചെയ്യണം. ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി, ആദ്യത്തെ വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കാണ്. ഈ ഒരു ഒബ്ജക്റ്റിന്റെ ആദ്യത്തെ വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ദിസ് ഒബ്ജക്റ്റ് ഗിവ്സ് ആൻ ആക്സലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെന്തുണ്ട്? ഒരു ആക്സലറേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതിന് കുറച്ച് ബലം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്യാൻ തുടങ്ങി? യെസ്, മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനെന്തുണ്ട്? ഒരു ആക്സലറേഷൻ ഉണ്ട്. ആ ആക്സലറേഷൻ എത്രയാണ്? യെസ്, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി? ഓക്കെ, ഫൈനൽ വെലോസിറ്റി അഥവാ അന്ത്യപ്രവേഗമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. വെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 120 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം എസ് എന്ന് പറയുന്നത് എത്രയാണ്? 120 മീറ്റർ ആണ്. ഓക്കെ, ഇത്രയും ഡാറ്റാസ് ആണ് നമുക്ക് ഈ ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത്. നമുക്കിവിടെ കണ്ടെത്തേണ്ടത് എന്താടാ? യെസ്, വി ആണ് കണ്ടെത്തേണ്ടത് അല്ലേ. വി ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ കണ്ടെത്തേണ്ടതിന് നിങ്ങൾ ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് എഴുതി വെക്കുക. ഇനി നമ്മൾ വി കാണാനായിട്ട് കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. 2 ഇക്വേഷൻസ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയാം. ഏതൊക്കെയാണ്? യെസ്, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. പലർക്കും ഇവിടെയാണ് കൺഫ്യൂഷൻ അടിക്കാൻ പോകുന്നത്. അതുപോലെ രണ്ടാമത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് രണ്ടും നമ്മൾ വി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള ഇക്വേഷൻ. പക്ഷെ മക്കളെ, നമ്മൾ ഇതിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക? യെസ്, വെരി ഗുഡ്. ഏത് ഇക്വേഷനാണ്? സെക്കൻഡ് ഇക്വേഷനാണ് യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് ചോദ്യം നമുക്ക് വി ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അത് ശരി, സമ്മതിച്ചു. പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഡാറ്റാസിൽ യു തന്നിട്ടുണ്ട് അല്ലെ. ഇക്വേഷനിൽ യു ഉണ്ടെങ്കിൽ യു തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. അതുപോലെ എയും തന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ എന്തില്ല? ടി തന്നിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് ടി തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യെസ്, ഈ പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ വി ആണ് കണ്ടെത്തേണ്ടത്. നമുക്ക് യു തന്നിട്ടുണ്ട് അല്ലേ. യു തന്നിട്ടുണ്ട്, അതുപോലെ എയും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? യെസ്, ഈ ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. പറഞ്ഞ മനസ്സിലായോ? യെസ്, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം എങ്ങനെയാണ് ഒരു ഇക്വേഷൻ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ചോദ്യത്തിൽ നൽകിയിട്ടുള്ള ഡാറ്റാസ് നോക്കുക. അതിനനുസരിച്ചിട്ടുള്ള ഇക്വേഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as.
അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാണ്, യെസ് ഒന്ന് മാറ്റി എഴുതാണ് കേട്ടോ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യെസ് ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് ചെയ്യുമ്പോൾ വിക്ക് പകരം നമുക്ക് കൊടുക്കാം വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, വിക്ക് പകരം വി സ്ക്വയർ എന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുക്കാം. കാരണം നമുക്ക് ഇവിടെ വാല്യൂ അറിയില്ലല്ലോ, അതുകൊണ്ട് വി സ്ക്വയർ എന്ന് തന്നെ കൊടുക്കാം. ഇനി യുവിന് പകരം നമുക്ക് കൊടുക്കാം 20. പക്ഷെ മക്കളെ ഇവിടെ യു സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ യു സ്ക്വയർ ആകുമ്പോൾ നമുക്ക് 20 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുള്ളൂ. പ്ലസ് 2ന് പകരം 2 തന്നെ, 2 ഇൻറ്റു. ഇനി അതുപോലെ എക്ക് പകരം നിങ്ങൾ നോക്കൂ, എക്ക് പകരം 5 ഇൻറ്റു എസിന് പകരം നമുക്ക് 120. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് നോക്കൂ. അതായത് വി സ്ക്വയറിന് പകരം നമുക്ക് അറിയാത്തതുകൊണ്ട് വി സ്ക്വയർ എന്ന് തന്നെ എഴുതി. ഓക്കെ, യു സ്ക്വയറിന് പകരം 20 സ്ക്വയർ എന്ന് എഴുതി. ഇനി 2 ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇക്വേഷനിലുണ്ട്. എക്ക് പകരം 5 എഴുതി, എസിന് പകരം 120 എഴുതി. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ സമയത്ത് നമുക്ക് കിട്ടും വി സ്ക്വയർ ഈക്വൽ ടു 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ചെയ്ത് നോക്കിയാൽ മതി. 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 10 ഇൻറ്റു 120 എന്ന് പറഞ്ഞാൽ 1200. ഓക്കെ, അപ്പോൾ വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1200ഉം 400ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 1600 കിട്ടും. ഓക്കെ, 1600. അപ്പോൾ 1600 കിട്ടി. ഓക്കെ, നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്, വി സ്ക്വയർ ആണോ കണ്ടെത്തേണ്ടത്? അല്ലല്ലോ, വി അല്ല കണ്ടെത്തേണ്ടത്. അപ്പോൾ അടുത്ത പേജിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1600 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വി കണ്ടെത്താൻ എന്ത് ചെയ്യണം, റൂട്ട് 1600. ഒന്നുമില്ല, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും, റൂട്ടായിട്ട് മാറും. അല്ലെങ്കിൽ രണ്ട് സൈഡിലും നിങ്ങൾ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അതൊക്കെ നമ്മൾ മാത്സിൽ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിച്ച് വെക്കേണ്ടു. സ്ക്വയർ റൂട്ട് എടുക്കുക രണ്ട് സൈഡിലും. അതായത് ഇവിടെ എന്തായിട്ട് മാറും, അത് ഈ പറഞ്ഞ സ്ക്വയർ ഇപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് റൂട്ടായിട്ട് മാറും. അപ്പോൾ റൂട്ട് 1600 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എത്രയാണ്, 40. ഓക്കെ, 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ പലരും ചോദിക്കും എങ്ങനെയാണ് ഞാൻ ഈ റൂട്ട് 1600 എടുത്തതെന്ന്. പലർക്കും അറിയുന്നുണ്ടാവും റൂട്ട് 1600 എത്രയാണെന്ന്, 40 ആണെന്നുള്ളത് അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ രീതി ഒന്ന് ശ്രദ്ധിക്കുക. അതായത് റൂട്ട് 1600 അല്ലേടാ മക്കളെ. യെസ്. അപ്പോൾ റൂട്ട് 1600നെ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 16 ഇൻറ്റു 100 കിട്ടും. ഓക്കെ, 16 റൂട്ട് 16 ഇൻറ്റു 100 കിട്ടും. എടാ മക്കളെ, 16ന്റെ റൂട്ട് എത്രയാ? യെസ്, 4 അല്ലേ. ഇനി അതുപോലെ 100ന്റെ റൂട്ട് എത്രയാ? 10 അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 10 എത്രയാണ്? 40. ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സ്ക്വയർ റൂട്ടിനകത്തുള്ള കറക്റ്റ് വാല്യൂസ് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അത് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്തെന്നുള്ളൂ. ബേസിക് മാത്തമാറ്റിക്സ് ആണ്. അത് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സമയം കളയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി വി ഈക്വൽ ടു എത്ര കിട്ടി, 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, നിങ്ങൾ എന്നേക്കാൾ മുമ്പ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിന്റെ ലെങ്ത് 200 മീറ്റർ ആണ്. ട്രാവൽസ് വിത്ത് എ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് എ സ്ട്രൈറ്റ് ബ്രിഡ്ജ് ഓഫ് ലെങ്ത് 800 മീറ്റർ. ഓക്കെ, 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ ട്രെയിൻ 800 മീറ്റർ നീളമുള്ള ഒരു നേർപാലം കടക്കാൻ എത്ര സമയം എടുക്കും? ഓക്കെ, അതായത് ഈ പറഞ്ഞ സന്ദർഭം ഞാനിവിടെ ഒന്ന് വരച്ച് കാണിക്കാം. ഒരു പാലുണ്ട്. ഈ ഒരു പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 800 മീറ്റർ ആണ്. അതുപോലെ ഒരു ട്രെയിൻ ഉണ്ട്. ഈ ഒരു ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. ഓക്കെ, ഈ ഒരു ട്രെയിൻ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഒരു ട്രെയിൻ എന്ത് ചെയ്യണം? യെസ്, ഈ ഒരു പാലത്തിൽ കൂടെ കടക്കാനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ട്രെയിൻ കടക്കേണ്ട ഡിസ്റ്റൻസ് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് കടക്കണം? ട്രെയിനിന്റെ 200 കടക്കണം, പാലത്തിന്റെ 800 കടക്കണം. ദിസ് ഈസ് ആക്ച്വലി എ PSC ക്വസ്റ്റ്യൻ. ഓക്കെ, PSCക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 800ഉം 200ഉം കൂട്ടിയാൽ നമുക്ക് മൊത്തം ഡിസ്റ്റൻസ് എത്ര കിട്ടും? യെസ്, മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 1000 മീറ്ററിന് കിട്ടും. ഓക്കെ, മൊത്തം ദൂരം നമുക്ക് 1000 കിട്ടും. ഇനി അതിനെടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് കൊടുത്തിട്ടുണ്ട് 20 ആണെന്ന് അല്ലെ, 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എത്രയേ ഉള്ളൂ, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ
ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ടൈമിനെ നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ഇതിനെടുക്കുന്ന സമയം അല്ലെ, ടൈമാണ് കണ്ടെത്തേണ്ടത് അല്ലെ, സമയമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സമയത്തിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക, സ്പീഡിനെ ആ സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ ടൈം നിങ്ങളൊന്ന് എഴുതിയാൽ മതി. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് കിട്ടും. ഓക്കെ, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 ആണ് കേട്ടോ. നോക്കിക്കോണം നിങ്ങൾ. 1000 ബൈ സ്പീഡ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അത് നമ്മൾ 0 കട്ട് ചെയ്ത് കളഞ്ഞു. 100/2 എന്ന് പറയുന്നത് എത്ര കിട്ടും? യെസ്, നിങ്ങൾക്കറിയാം എത്ര കിട്ടും? 100ന്റെ പകുതി അല്ലെ, 50 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 50 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ട്രെയിന് ഈ പറഞ്ഞ പോസ്റ്റിലൂടെ കറക്റ്റ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ 50 സെക്കൻഡിൽ നിന്ന് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലും പല കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ എഴുതുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പഠിക്കണം. LET-SSSലെ ചോദ്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്തു പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു കുട്ടി P എന്ന സ്ഥാനത്ത് നിന്ന് Q വഴി സഞ്ചരിച്ച് 2 വ്യത്യസ്ത പാതകൾ ചിത്രീകരിക്കുന്നു. ഓക്കെ, അതായത് ഒരു കുട്ടി P എന്ന പോയിന്റിൽ നിന്ന് Qയിലേക്ക് പോയി പിന്നെ Rലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. രണ്ടാമത്തെ കേസിലാണെങ്കിൽ Pയിൽ നിന്ന് Sലേക്ക് ഡയറക്റ്റ് പോയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദ ഫിഗർ എ? ഓക്കെ, ഫസ്റ്റ് ചിത്രത്തിൽ കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്. എടാ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ് P എന്ന് പറഞ്ഞ പോയിന്റിൽ. നിങ്ങളിങ്ങനെ പതിയെ നടന്ന് Q എന്ന പോയിന്റിലെത്തി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും നടന്ന് എവിടേക്ക് എത്തി? R എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അപ്പോൾ യെസ്, ഡിസ്റ്റൻസ് എത്രയായിരിക്കും? നമ്മൾ എത്ര ദൂരമാണോ സഞ്ചരിച്ചത് അതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 60 ഓൾറെഡി നിങ്ങൾ ആദ്യമേ പോയി, എന്നിട്ട് 40 എന്ത് ചെയ്തു? യെസ്, ഇവിടേക്ക് പോയി അല്ലേ. അപ്പോൾ ആകെ മൊത്തം 60ഉം 40ഉം ഇവിടുത്തെ ഡിസ്റ്റൻസ്, അത് ഇവിടുത്തെ ദൂരം എത്ര കിട്ടും? യെസ്, 100 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എത്ര കിട്ടും ഡിസ്റ്റൻസ്? 100 മീറ്റർ എന്നാണ് ഫസ്റ്റത്തെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുക. അതേസമയം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ നോക്കൂ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് P എന്ന പോയിന്റും അവസാനിച്ച പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം എന്ന് പറയാം. അപ്പോൾ തുടങ്ങിയ പോയിന്റും അവസാനിച്ച പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 80 മീറ്റർ ആണല്ലോ. ആ ഷോർട്ട് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? 80 മീറ്റർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 മീറ്റർ. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സസിൽ പറഞ്ഞു തന്ന കാര്യമാണ്. നിങ്ങൾ ഒന്ന് ഓർത്തെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ചോദ്യം ഞാൻ ഒന്നുകൂടി ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ ഈ കുട്ടി എത്ര ദൂരം സഞ്ചരിച്ചു, അതുപോലെ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് ചോദ്യം. ഈ രണ്ടാമത്തെ കേസിൽ എത്രയേ ഉള്ളൂ? നിങ്ങളൊരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? യെസ്, ആദ്യം Qയിലേക്ക് പോയി, പിന്നെ എന്തിലേക്ക് പോയി? Sലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവിച്ചത്? ഇവിടെ ഈ പറഞ്ഞ കുട്ടി എന്ത് ചെയ്തു? യെസ്, ആദ്യമേ എന്ത് ചെയ്തു? ഇവിടെ 60 പോയി, പിന്നെ 40 പോയി അല്ലെ. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നെയാണ്? യെസ്, 100 മീറ്റർ ആണ്. മനസ്സിലായോ? സ്ഥാനാന്തരം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എടുക്കുക. ഓക്കെ, നേർരേഖയാണ് നോക്കുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ് നോക്കുക. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നെ കിട്ടും? 100 മീറ്റർ തന്നെ കിട്ടും. ഓക്കെ, യെസ്, അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സിറ്റുവേഷൻ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ? നിങ്ങൾ തന്നെ പറഞ്ഞോ, ദൂരവും സ്ഥാനാന്തരവും എവിടെയാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? ഏത് ചിത്രത്തിലാണ്? യെസ്, രണ്ടാമത്തെ ചിത്രത്തിലാണല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കിട്ടി ഇതും 100, ഡിസ്പ്ലേസ്മെന്റ് എന്ത് തന്നെയാണ്? 100 തന്നെയാണ്. ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങളൊന്ന് ഓർത്തെടുക്കാനായിട്ട് ജസ്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഇഫ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ ദ സെക്കൻഡ് ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കണം നിങ്ങൾ, രണ്ടാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് 30 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ ഫോർത്ത് സെക്കൻഡ്. വാട്ട് ഈസ് ദ ആക്സലറേഷൻ? എടാ മക്കളെ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡാറ്റാസ് ഒന്ന് കൃത്യമായിട്ട് എഴുതുകയാണ്. ഓക്കെ, അതായത് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? സമയം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടുത്തെ വെലോസിറ്റിയും കൊടുത്തിട്ടുണ്ട് അല്ലെ, പ്രവേഗവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിൽ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്
അല്ലേ? അതുപോലെ 4ാമത്തെ സെക്കൻഡിൽ എത്രയാണ്? യെസ്, 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ വെലോസിറ്റി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2ാമത്തെ സെക്കൻഡിൽ അവൻ 40 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് 4ാമത്തെ സെക്കൻഡ് ആയപ്പോഴേക്കും കുറച്ച് കുറയാണ് ചെയ്തത് അല്ലേ? 40 നിന്ന് എന്ത് ചെയ്തു? ഇവിടെ കുറയാണ് ചെയ്തത് അല്ലെ? 40 മീറ്ററിൽ ആദ്യം പോയി, നല്ല ഹൈ സ്പീഡിൽ പോയി, 40 പോയി. പക്ഷെ അവസാനിപ്പിച്ചത് എന്തിലാണ്? 30-ലാണ്. അപ്പോൾ ഇവിടെ സ്പീഡ് കൂടുകയാണോ ചെയ്തത്, കുറയാണോ ചെയ്തത്? യെസ്, സ്പീഡ് കുറയുകയാണ് ചെയ്തത് അല്ലേ? സ്പീഡ് കുറയാണ് ചെയ്തത് സമയത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കൂ, ഇവിടെ 2ാമത്തെ സെക്കൻഡും 4ാമത്തെ സെക്കൻഡും തമ്മിലുള്ള സമയത്തിന്റെ ഗ്യാപ്പ് എത്രയാണ്? എത്ര സെക്കൻഡ് ഇടവേളയുണ്ട് ഇതിന്റെ ഇടയിൽ? യെസ്, 2 സെക്കൻഡ് ഇല്ലേടാ. ഇതിന്റെ ഇടയിൽ എത്ര സെക്കൻഡിന്റെ ഇടവേളയുണ്ട്? 2 സെക്കൻഡ്. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് നിങ്ങൾ മനസ്സിലാക്കണം, എത്രയാണ്? 2 സെക്കൻഡ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ആക്സലറേഷൻ? ഓക്കെ, ആക്സലറേഷൻ അഥവാ ത്വരണമാണ് കണ്ടെത്തേണ്ടത്. ആക്സലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു, v-u/t. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടുത്തെ വിയും യുവും ടിയും ഒക്കെ എന്താണ്? ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് എന്തിലാണ്? 40-ലാണ് അല്ലേ? ആദ്യം നൽകിയിരിക്കുന്ന വെലോസിറ്റി യു എന്ന് പറയുന്നത് 40-ആണ്. അവസാനിച്ചത് ഏതിലാണ്? വി എന്ന് പറയുന്നത് 30-ലാണ്. അപ്പൊ നമുക്ക് കിട്ടി ഈ തന്നിട്ടുള്ള വാല്യൂസിൽ ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് യുവും രണ്ടാമത് തന്നിട്ടുള്ളത് വിയും ആണ്. അപ്പൊ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 30 - 40 ബൈ ടൈം എത്രയാണ്? 2. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ 2 എടുക്കാൻ കാരണം? ഈ പറഞ്ഞ 2ാമത്തെ 4ാമത്തെ സെക്കൻഡിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും, എത്ര കിട്ടൂടാ? യെസ്, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ പറഞ്ഞ 30 - 40 ബൈ 2 അല്ലെ? ഇതെന്താ ചെയ്യേണ്ടത്? ചെറിയ നമ്പറും വലിയ നമ്പറും ആണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം അല്ലെ? വലുത് ഏതാണ് ഇവിടെ? 40. അപ്പൊ 40-ൽ നിന്ന് 30 കുറയ്ക്കുക, എന്നിട്ട് വലുതിന്റെ ചിഹ്നമായ നെഗറ്റീവ് ഇടുക. 40-ൽ നിന്ന് 30 പോയ 10 അല്ലെ? 10. ഇനി വലുതിന്റെ ചിഹ്നം ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ -10/2. -10/2 എന്ന് പറഞ്ഞാല് -5 വരും. ഓക്കെ, അപ്പൊ -5 നമുക്ക് എന്ത് കിട്ടുക? ഇവിടുത്തെ ആക്സലറേഷൻ കിട്ടുക. അപ്പൊ ആക്സലറേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. എത്രയാണ്? -5 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്സലറേഷൻ -5 മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനോടൊപ്പം തന്നെ വേറൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് റിട്ടാർഡേഷൻ? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി റിട്ടാർഡേഷൻ എന്ന് മലയാളത്തിൽ നമ്മൾ പറയാം മന്ദീകരണം എന്നാണ് അല്ലെ? ആക്ച്വലി എന്താണ് റിട്ടാർഡേഷൻ? എന്താണ് മക്കളെ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാല്? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നെഗറ്റീവ് ആക്സലറേഷൻ. ഓക്കെ, നെഗറ്റീവ് ത്വരണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? റിട്ടാർഡേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ ആക്സലറേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? -5 അല്ലേ കിട്ടിയത് അല്ലെ? -5 കിട്ടിയത്. അപ്പൊ -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് സംഭവം? -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും, മൈനസ് എന്നുള്ളത് എന്താണ്? സ്പീഡ് കുറയാണോ ചെയ്തത്, കൂടുകയാണോ ചെയ്തത്? സ്പീഡ് കുറയുവാണ് അല്ലെ? സമയത്തിനനുസരിച്ച് സ്പീഡ് എന്ത് ചെയ്യാണ്? കുറയുവാണ് ചെയ്തത്. ആദ്യമേ എന്തുണ്ടായിരുന്നു? 40 ഉണ്ടായിരുന്നു, പിന്നെ അത് 30 കുറയുവാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം, ഇവിടെ ആക്സലറേഷൻ എന്ന് പറയുന്നത് -5 ആണ്. അപ്പൊ അങ്ങനെയുള്ള -5നെയാണ് നമ്മൾ എന്ത് പറയാ? റിട്ടാർഡേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ, നെഗറ്റീവ് ത്വരണത്തിനെയാണ് റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണം എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. റിട്ടാർഡേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ -5 മീറ്റർ/സെക്കൻഡ് എന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. റിട്ടാർഡേഷനിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഒരു കാറിന്റെ കേസൊക്കെ തന്നിട്ട് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെലോസിറ്റി ഇൻ ദ 8th സെക്കൻഡ്? 8ാമത്തെ സെക്കൻഡിൽ എന്താണ് വെലോസിറ്റി എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് മക്കളെ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? യെസ്, വി ഉണ്ട് അല്ലെ? വി തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ യു തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ എ നമുക്കിപ്പോൾ കിട്ടി അല്ലെ? ആക്സലറേഷൻ നമുക്കിപ്പോൾ കിട്ടി, അതുപോലെ സമയം ഇവർ തന്നിട്ടുണ്ട്. 8ാമത്തെ സെക്കൻഡിലെ എന്താണ് വേണ്ടത്? ഈ പറഞ്ഞ ആക്സലറേഷൻ ആണ് വേണ്ടത് അല്ലെ? 8ാമത്തെ സെക്കൻഡില് വെലോസിറ്റി ആണ് വേണ്ടത്. അപ്പൊ ഫൈനൽ വെലോസിറ്റി വി ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ വി നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, 8ാമത്തെ സെക്കൻഡിൽ എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ 8ാമത്തെ സെക്കൻഡിൽ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ 8ാമത്തേല് നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി നമുക്ക് അറിയില്ല. അപ്പൊ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി എന്താണ്? നമുക്ക് കൊടുക്കാം. എത്രയാന്ന്? യെസ്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ യു എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. യു എന്ന് പറയുന്നത് 40 അല്ലെ? യു എന്ന് പറഞ്ഞാൽ 40. അപ്പൊ യു എന്ന് പറയുന്നത് എത്രയാണ്? 40 മീറ്റർ/സെക്കൻഡ് ആണ്. അതുപോലെ ഇവിടെ ആക്സലറേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആക്സലറേഷൻ എന്ന് പറയുന്നത് എത്രയാണെടാ? യെസ്, ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് -5 മീറ്റർ/സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ?
അതുപോലെ നിങ്ങളിവിടെ സമയം ശ്രദ്ധിക്കണം. സമയം 8ാമത്തെ സെക്കൻഡിൽ, 8th സെക്കൻഡ് ആണ് ചോദ്യം അല്ലെ. 8ാമത്തെ സെക്കൻഡിൽ എത്ര സമയം അല്ലെങ്കിൽ എത്ര വെലോസിറ്റി എന്നുള്ളതാണ് ചോദ്യം ശ്രദ്ധിക്കണേ. 8th സെക്കൻഡിൽ, 8ാമത്തെ സെക്കൻഡിൽ പ്രവേഗം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ അത് കാണാനായിട്ട് നമ്മളിപ്പോൾ എടുത്തത് സമയം 2ാമത്തെ സെക്കൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ എടുത്തത് അല്ലെ. 2ാമത്തെ സെക്കൻഡിൽ 40 ആണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഇവിടെ ഞാൻ വേറൊരു ഡാറ്റ കൂടി എഴുതാണ്. ഓക്കെ, 8ാമത്തെ സെക്കൻഡിൽ എത്രയാണ്? യെസ്, ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി അവർ കൊടുത്തിട്ടില്ല അല്ലെ. ഫൈനൽ വെലോസിറ്റി വി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ 2ാമത്തെ സെക്കൻഡും 8ാമത്തെ സെക്കൻഡും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? യെസ്, ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 8 - 2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 സെക്കൻഡ് എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനനുസരിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യമേ 0 സെക്കൻഡിലല്ല തന്നിട്ടുള്ളത് അല്ലെ. 0 സെക്കൻഡിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുൾ 8 സെക്കൻഡ് സമയം എടുക്കായിരുന്നു. ഓക്കെ, ഇവിടെ 2ാമത്തെ സെക്കൻഡിലെ സമയമാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2ാമത്തെ സെക്കൻഡും 8ാമത്തെ സെക്കൻഡും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ നോട്ട് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ 2ാമത്തെയും 8ാമത്തെയും സെക്കൻഡും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 6 സെക്കൻഡാണ്. ഓക്കെ, ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. 8 - 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ. V = U + AT എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ഇവിടെ യുവിന്റെ വാല്യൂ കൊടുക്കുക, എക്ക് പകരം -5 കൊടുക്കുക, ടിക്ക് പകരം നമ്മൾ 6 കൊടുക്കുക. ഓക്കെ, അപ്പൊ 40 - 5 × 6. ഓക്കെ, -5 × 6 എന്ന് പറയുന്നത് 6 × 30 ആണ്. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് -30 എന്ന് കിട്ടും. ഓക്കെ, -30 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ 40 - 30 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? വിയുടെ വാല്യൂ 10 m/s എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ഫൈനൽ വെലോസിറ്റി 8ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എന്ന് പറയുന്നത് 10 m/s എന്ന് കിട്ടി. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം, സമയം ശ്രദ്ധിക്കണം. സമയം ഇവിടെ നൽകിയിരിക്കുന്നത് 2 ആണ്. ഓക്കെ, നമുക്ക് കണ്ടെത്തേണ്ടത് 8ാമത്തെയാണ്. അപ്പൊ 8ഉം 2ഉം തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഡയറക്റ്റ് കൊണ്ടുപോയി 8 സെക്കൻഡ് എന്ന് കൊടുക്കരുത്. സമയം നിങ്ങൾക്ക് തെറ്റിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ട്രിക്കി ആയിട്ടുള്ളത്, ഇതൊന്നും ആക്ച്വലി ടഫ് അല്ല, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഓണപരീക്ഷ ഒരുപക്ഷെ ടഫ് ആവാനുള്ള സാധ്യതയും എന്തുണ്ട്? നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എൻ ഒബ്ജക്റ്റ് ഫോൾസ് ഡൗൺ ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് ആൻ ആക്സലറേഷൻ 10 m/s, ഹിറ്റ്സ് ദ ഗ്രൗണ്ട് വിത്ത് എ വെലോസിറ്റി 20 m/s. ഫ്രം വാട്ട് ഹൈറ്റ് ഡസ് ദ ഒബ്ജക്റ്റ് ഫോൾ? അതായത് മക്കളെ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒരു ഒബ്ജക്റ്റ് എന്താണ്? റെസ്റ്റിൽ ഇരിക്കുകയാണ്. ഓക്കെ, റെസ്റ്റിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് വെലോസിറ്റി, ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങൾ റെസ്റ്റിൽ ഇരിക്കുകയാണ് അല്ലെ. നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കാണുന്നത് എങ്ങനെയാണ്? വെറുതെ ഇരുന്ന് ക്ലാസ് കാണുകയാണ് അല്ലെ. നിങ്ങൾ ഓടുന്നും ചാടുന്നൊന്നുമില്ല, വെലോസിറ്റി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, യു എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ U 0 ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വരി വായിക്കാലോ. മൂവ്സ് വിത്ത് ആൻ ആക്സലറേഷൻ 10 m/s. ഇത് എന്ത് ചെയ്തു? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് താഴേക്ക് പോയി അല്ലെ. താഴേക്ക് പോയത് ആക്സലറേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. എത്രയാന്ന്? യെസ്, 10 m/s ആണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഹിറ്റ്സ് ദ ഗ്രൗണ്ട് വിത്ത് എ വെലോസിറ്റി 20 m/s. ഇത് താഴേക്ക് എത്തിയപ്പോൾ, താഴേക്ക് ഈ ഒരു പന്ത് എത്തിയപ്പോൾ ഈ പന്ത് എന്ത് ചെയ്തു? ഈ പറഞ്ഞ എത്രയായിട്ട് മാറി? അതിന്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി 20 m/s ആയിട്ട് മാറി. ഓക്കെ, ഇത് താഴേക്ക് എത്തുന്നതിനെക്കാട്ടും തൊട്ട് മുമ്പുള്ള വെലോസിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് താഴേക്ക് എത്തുന്നതിനെക്കാട്ടും തൊട്ട് മുമ്പുള്ള വെലോസിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും എന്താ നമുക്ക് കിട്ടുക? ഫ്രം വാട്ട് ഹൈറ്റ് ഡസ് ദ ഒബ്ജക്റ്റ് ഫോൾ? ഈ ഒരു വസ്തു വീഴുന്ന ഹൈറ്റ് ആണ് ചോദ്യം ശ്രദ്ധിക്കണം. ഹൈറ്റ്. നമ്മൾ ഹൈറ്റ് കാണാൻ വല്ല ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഹൈറ്റ് കാണാൻ ഇക്വേഷൻ ഒന്നും പ്രത്യേകം പഠിച്ചു വെച്ചിട്ടില്ല. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് കാണാനായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ മക്കളെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ് എസ് അല്ലെ. S = ut + ½ AT² എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാടാ മക്കളെ, ഞാനിവിടെ എഴുതുകയാണ്, S = ut + ½ AT² എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാണ്. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? U ഉണ്ട്. ഓക്കെ, U ഉണ്ട്. ടി ഉണ്ടോ? ഇല്ല. ഇവിടെ ഒന്നും തന്നിട്ടില്ല. ടീനെ കുറിച്ച് ഒരു വിവരമില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എസ് വരുന്ന വേറെ ഏത് ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? യെസ്, പിന്നെ നമ്മൾ എസ് വരുന്ന ഒരു ഇക്വേഷനാണ് പഠിച്ചിട്ടുള്ളത്.
അത് ഇതാണ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലെ. ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തേണ്ടതാണ് കേട്ടോ ഏത് ഇക്വേഷൻ നിങ്ങൾ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്തേണ്ടതല്ല. ഇവിടെ വി തന്നിട്ടുണ്ട്, അതുപോലെ യുവും തന്നിട്ടുണ്ട്, അതുപോലെ എയും നമുക്ക് ഇക്വേഷനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ഹൈറ്റ് അഥവാ എസ് ആണ് കണ്ടെത്തേണ്ടത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം ചോദ്യം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ മനസ്സിലായി, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ വിക്ക് പകരം നമുക്ക് കൊടുക്കാം 20 എന്ന് കൊടുക്കാം അല്ലെ. നമുക്ക് ഇവിടെ വി സ്ക്വയർ ആണ് വേണ്ടത്, അപ്പോൾ 20 സ്ക്വയർ ഈക്വൽ ടു, ഇനി നിങ്ങൾ നോക്കൂ യുവിന് പകരം 0 ആണ്, അപ്പോൾ 0 സ്ക്വയർ അല്ലെ, യു സ്ക്വയർ ആണ് വേണ്ടത്, അതുകൊണ്ട് 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്ക് പകരം എന്താടാ 10, 2 ഇൻറ്റു 10 ഇൻറ്റു എസ് അറിയാത്തത് കൊണ്ട്, എസ് ആണല്ലോ നമുക്ക് കണ്ടെത്തേണ്ടത്, അപ്പോൾ എസ് അറിയാത്തത് കൊണ്ട് എസ് എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു എസ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 400 കിട്ടും അല്ലെ. 20 സ്ക്വയർ 400 ഈക്വൽ ടു 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെ അല്ലെ. അപ്പോൾ 0 പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു എസ്. ഓക്കെ, ഇപ്പോൾ 2 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഓക്കെ, 20 ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ 20s ആണ്. അപ്പോൾ നമുക്ക് കിട്ടും 20s എന്ന് കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് എങ്ങനെയാണ്? 400 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇനി 0 നോക്കേണ്ട ആവശ്യമില്ല, 0ക്ക് വാല്യൂ ഇല്ല, ശരിയല്ലേ. അപ്പോൾ 400 ഈക്വൽ ടു 20s. അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? ഞാനൊന്ന് തിരിച്ചെഴുതാണ്. 20s എന്ന് പറഞ്ഞാൽ 400 ആണ്. ഒന്ന് തിരിച്ചെഴുതിയെന്നുള്ളൂ. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റിലേക്ക് എഴുതി, റൈറ്റ് സൈഡ് ലെഫ്റ്റിലേക്ക് എഴുതി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് 20s എന്ന് പറഞ്ഞാൽ 400 കിട്ടും. എന്താ മക്കളെ 20s എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു എസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഇൻറ്റു 20 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ 20 ആയിട്ട് മാറും, ശരിയല്ലേ. അപ്പോൾ ഡിവൈഡഡ് ബൈ 20 ആയിട്ട് മാറും. അപ്പോൾ ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുമ്പോൾ ആലോചിക്കണം, നിങ്ങൾ എസ് മാത്രം വെക്കുക. ഓക്കെ, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ഡിവൈഡഡ് ബൈ 20. ഇതിൽ 0 കട്ട് ചെയ്ത് പോയി, 0 കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 40/2 വരും. 40/2 എന്ന് പറഞ്ഞാൽ 20 മീറ്റർ എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടി, എത്രയാന്ന്? 20 മീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിൽ ഹൈറ്റ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചോണം, ഹൈറ്റ് അല്ല, അവിടെ ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരമാണ് ചോദ്യം. ഓക്കെ, എസ് ആണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, നിങ്ങളുടെ സെൻസ് ആണ് എന്ത് യൂസ് ചെയ്യണം, ഏത് ഇക്വേഷൻ എവിടെയൊക്കെ യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം തന്നിട്ടുള്ള ഡാറ്റാസ് ആദ്യം പറക്കിയെടുത്ത് എഴുതുക. അത് എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനിൽ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ഈ പറഞ്ഞ വാല്യൂസ് വരുന്ന കറക്റ്റ് ഇക്വേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അതുപോലെ കെമിസ്ട്രിയും പല ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടാവണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. കാരണം വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല, മറ്റു കുട്ടികളിലേക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ എത്തണം. അവർക്കും എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചെടുക്കാനായിട്ട് പറ്റണം. ഓക്കെ, യെസ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഇതിന്റെ തിയറി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ടാവും. സോ കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്